കുരങ്ങന്മാര് റൂട്ടിയിൽ എല്ലാം വേഗം ചെയ്യല്ലേ. കുഞ്ഞു കുരങ്ങന്മാരാണ്. അതെന്നെ പേടിച്ചു. താനൂസേ താനൂസേ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. കണ്ട ഇതേപോലെയാണ് നമ്മളെ വീട്ടിക്കൊക്കെ നിറച്ചു. ഹലോ, ഈ വീക്കെൻഡ് നമുക്ക് അതിരപ്പള്ളിക്ക് വിട്ടാലോ? നല്ല മഴയുള്ള സമയമല്ലേ, അപ്പം നമുക്കിന്ന് അതിരപ്പള്ളി പോവാം. എല്ലാവരും സ്റ്റാറ്റസും സ്റ്റോറിയും റീൽസും അങ്ങനെ ഒരുപാട് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം അതിരപ്പള്ളി കാണാൻ പോവാൻ, വെള്ളച്ചാട്ടം കാണാൻ പോവാൻ. അപ്പോൾ അച്ഛൻ ഉണ്ട്, അമ്മയുണ്ട്, പിന്നെ ആസ് യൂഷ്വൽ ചേട്ടനും ഞാനും താനൂസും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് അങ്ങനെ പോവാണ് അതിരപ്പള്ളിക്ക്. ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ മഴയൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. റെയിൻകോട്ട്, കുട എല്ലാ സെറ്റപ്പും എടുത്തിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായില്ല പോണ വഴിയിൽ. അങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് മറ്റേ റംബൂട്ടാൻ ഒക്കെ കണ്ടപ്പോൾ അതൊക്കെ മേടിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു. കുറേ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് റംബൂട്ടാനൊക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ചു. പല വെറൈറ്റി റംബൂട്ടാനും മാംഗോസ്റ്റീനും ഒക്കെ നമ്മൾ മേടിച്ചിട്ട് കഴിച്ച് ടേസ്റ്റൊക്കെ നോക്കിയിട്ടാണ് പോയത്. അങ്ങനെ നല്ല ക്ലൈമറ്റും ആയിരുന്നു. അധികം വെയിലൊന്നുമില്ല, മഴയില്ല, നല്ല ക്ലൈമറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിരപ്പള്ളി എങ്ങനെയായിരിക്കും, അവിടെ ചെന്നാൽ മഴയുണ്ടാവുമോ ഒന്നും നമുക്കറിയില്ല. അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. അതിനിടയിൽ പിന്നെ നമ്മൾ പെട്രോൾ അടിക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ്റൂമൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് ഇതുവരെ എടുക്കാത്ത ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന പോലീസിനോട് അല്ലെങ്കിൽ സാറിനോട് എവിടെയാണ്, വാഴച്ചാലാണെങ്കിൽ വാഴച്ചാലാണെന്ന് പറയണം, അതിരപ്പള്ളി മാത്രമുള്ളെങ്കിൽ അതിരപ്പള്ളി മാത്രം പറയണേ. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് കാരണം എനിക്ക് വാഴച്ചാൽ വരെയുള്ള ടിക്കറ്റ് അടിച്ച് കിട്ടി. നമ്മൾ അതിരപ്പള്ളി മാത്രമേ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് വേണ്ടത്? പാവക്കുട്ടിയാ? പാവക്കുട്ടിയൊന്നുമില്ല. എവിടെയാണ് നമ്മൾ വന്നേക്കണത്? കാട്ടിയിലാണ് വന്നേക്കണത് നമ്മൾ. ആണോ? ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ട് ചേട്ടൻ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഞങ്ങൾ അവിടെ അതിരപ്പള്ളി എത്തുന്നതിന് മുന്നേ നമുക്ക് ഇതുപോലൊരു വ്യൂ ഉണ്ട് കാണാൻ പറ്റുന്ന. അപ്പോൾ അവിടെ കയറി കുറച്ച് നേരം നിന്ന് കണ്ടു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് നടക്കുമ്പോഴാണ് ചേട്ടൻ വരുന്നത്. ചേട്ടനും കാണണമെന്ന് പറഞ്ഞു. അവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. അപ്പോൾ അങ്ങനെ വേഗം തിരിച്ച് ഓടി ഇങ്ങോട്ട് പോന്നു. അങ്ങനെ പിന്നെയും ഞങ്ങൾ പിന്നെയും തിരിച്ച് പോയി. അങ്ങനെ അവിടെ ചെന്ന് ഒന്നുകൂടി കണ്ടു. ഇവിടെ നിന്നിട്ട് കാണാൻ നല്ലൊരു രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിലും നല്ല വിഷ്വലാണ്, നല്ലൊരു വ്യൂ ആണ് ഇവിടെ. ഫുൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കംപ്ലീറ്റ് കവർ ചെയ്ത് കാണാനും പറ്റും. അതിനൊപ്പം തന്നെ ആ ഒരു ഗ്രീൻ സീനറിയും കൂടി ആവുമ്പോൾ നല്ല നല്ല രസമാണ്, നല്ല ഭംഗിയാണ്, അതിമനോഹരം തന്നെ പറയാം. അങ്ങനെ പിന്നെ അതിനിടയിൽ ഒരു കുരങ്ങച്ചൻ, നല്ല വലിയ സൈസുള്ള കുരങ്ങൻ, അതിനൊരു പേടിയില്ല. ഞങ്ങളുടെ ഇടയിലൊക്കെ കയറി വന്ന് നിന്ന് കുറേ പോസൊക്കെ ചെയ്ത് തന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് അതിരപ്പള്ളി എൻട്രൻസിൻ്റെ അവിടേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ കുരങ്ങന്മാർ ഇതുപോലെ റോഡിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുക. അതുപോലെ കുഞ്ഞു കുരങ്ങന്മാർ ഒരുപാടെണ്ണം. അവർക്കൊരു പേടി ഉണ്ടാവില്ല, നമുക്കും ഒരു പേടിയില്ലല്ലോ. അതുപോലെ തന്നെ എനിക്ക് ചെറിയതായിട്ട് പേടിയൊക്കെ തോന്നി കേട്ടോ. അതും കൂടാണ്ട് ഈ വണ്ടികളൊക്കെ വരുന്ന സ്ഥലത്ത് ഇവർ റോട്ടിലൊക്കെ വന്ന് ഒരു സേഫ്റ്റി ഇല്ലാണ്ട് അതിൻ്റെ അച്ഛനമ്മമാരുടെ ഒക്കെ ഒരു ധൈര്യം. അങ്ങനെ പിന്നെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ എൻട്രൻസിൽ കയറി, ടിക്കറ്റൊക്കെ കാണിച്ച് കയറി. അതിനിടയിൽ താനൂസ് കളിപ്പാട്ടമൊക്കെ കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, എങ്ങോട്ട് പോകുമ്പോഴും എന്തെങ്കിലും ഒരു കളിപ്പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുക്കും. അല്ലെങ്കിൽ എപ്പോൾ പോയാലും എന്തെങ്കിലും കണ്ടാൽ അപ്പോൾ വേണമെന്ന് പറയും. അപ്പം ഞങ്ങൾ പറയും, ദേ താനൂസിൻ്റെ കയ്യിലല്ലേ കളിപ്പാട്ടുള്ളത്, ഇതുപോലെ പിന്നെ വേറെ എന്തിനാണ്, ഇത് അടിപൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പൊക്കി വിടും. അപ്പോൾ താനൂസിന് കൊള്ളാലോ, എനിക്ക് ആംബുലൻസ് ഉണ്ട്. അവനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആംബുലൻസിന് പിടിച്ചേക്കായിരുന്നു. അങ്ങനെ ആംബുലൻസ് മേടിച്ച് അത് ഇപ്പോൾ കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല.
ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എവിടെ പോയാലും ആംബുലൻസ് കയ്യിലുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ അതിരപ്പള്ളി വന്നപ്പോഴും ഞങ്ങൾ ആംബുലൻസും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നടന്നു. നിങ്ങൾക്കറിയാമല്ലോ അതിരപ്പള്ളി അങ്ങോട്ട് എത്താനായിട്ട് കുറേ ദൂരം നടക്കണമല്ലോ. അപ്പോൾ താനൂസ് ആദ്യം കുറച്ച് നേരമൊക്കെ ഒന്ന് ഓടി ചാടിയൊക്കെ ഒന്ന് പോയി. പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആൾക്ക് ഈ പറഞ്ഞോണം കാലൊക്കെ കഴിച്ച് എത്ര ദൂരമാണ് കുട്ടി നടക്കുക. അങ്ങനെ അച്ഛനെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദൂരം അച്ഛനെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം നടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനെടുത്തു. അങ്ങനെ മാറി മാറി എടുത്ത് ഇങ്ങനെ നടന്നു. നല്ല രസമാണ് ഇതിൽ കൂടെ നടക്കാനായിട്ട്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളൊരു ശനിയാഴ്ചയാണ് പോയത്. വിചാരിച്ചത്ര തിരക്കുണ്ടായില്ല. ഞങ്ങൾ ഭയങ്കര ബ്ലോക്കൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ബ്ലോക്കൊന്നും കിട്ടിയില്ല, ഭാഗ്യം. അല്ലെങ്കിൽ എത്ര നേരം കഴിഞ്ഞിട്ട് എത്തുക. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ലേറ്റാവും തിരിച്ചെത്താൻ. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ എത്തി, അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. അതിരപ്പള്ളി എത്തി. പിന്നെ താനൂസ് നമ്മളെവിടെയാണിത്? പറയ്, എവിടെയാണെന്ന് പറയ്. നമ്മളിത് അതിരപ്പള്ളി എവിടെയാണ്? അതിലപ്പള്ളി. താനൂസിൻ്റെ അതിരപ്പള്ളിയിലേക്കാണ് കേട്ടോ നമ്മൾ എത്തിയേക്കുന്നത്. അതിരപ്പള്ളി അല്ല, അതിലപ്പള്ളി അങ്ങനെയാണ് അവൻ പറയുന്നത്. പറഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ. ചില അക്ഷരങ്ങളും വാക്കുകളൊക്കെ സെറ്റായി വരണമല്ലോ, കുഞ്ഞല്ലേ. അങ്ങനെ ഞങ്ങൾ അതിലപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ അതിരപ്പള്ളിയിൽ. അതുപോലെ തന്നെ വെള്ളം വീഴുന്ന ഒച്ചയും വെള്ളം ഒഴുകുന്ന ഒച്ചയും എല്ലാം കൊണ്ടും ഭയങ്കര രസമുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ക്ലൈമറ്റും അന്തരീക്ഷവും എല്ലാം നമ്മൾ കയറുമ്പോൾ കണ്ട ആൾക്കാർ അല്ല കേട്ടോ, അതിലും കൂടുതൽ ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത്രയും ഫീൽ ചെയ്തില്ല. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. ഞങ്ങൾ പിന്നെ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഫുൾ കുടയൊക്കെ എടുത്ത് സെറ്റായിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. റെയിൻ കോട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വേണ്ട, കുട മതി എന്നുള്ള പ്ലാനാക്കി. ഇവിടെ കുറേ പേര് റെയിൻ കോട്ടൊക്കെ മേടിക്കാനും അങ്ങനെ വിൽക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുടയുള്ള കാരണം പിന്നെ റെയിൻ കോട്ടൊന്നും മേടിച്ചില്ല. അങ്ങനെ തിരിച്ച് അവിടെ പയ്യെ നടന്നു. അവിടുത്തെ കല്ലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, പ്രത്യേകിച്ച് ഈ മഴയുള്ള സമയത്തൊക്കെ ആയിട്ട് ഭയങ്കര ഒഴുക്കനൊക്കെ ആയിട്ട് കിടക്കായിരിക്കുമല്ലോ. അങ്ങനെ ശ്രദ്ധിച്ചൊക്കെയാണ് നമ്മൾ നടന്ന് പോയത്. അങ്ങനെ കുറേ നേരം അവിടെ മുകളിൽ വെള്ളച്ചാട്ടം വീഴുന്നതൊക്കെ ഒന്ന് കണ്ടു. നല്ല രസമായിരുന്നു. അവിടെ മൊത്തം ഈറനടിച്ചിട്ടേ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ പോയി നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഈറനൊക്കെ അടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമുക്കിവിടെ മുകളിലേക്ക് വരെ ശരിക്കും അതിൻ്റെ സൗണ്ടും ഈറനൊക്കെ ശരിക്കും ഇങ്ങോട്ടേക്കും കാറ്റ് വീശുന്നതനുസരിച്ചിട്ട് പല ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് പിന്നെ തിരിച്ച് കയറി. നമുക്ക് ഇറങ്ങണമല്ലോ, താഴെ ഇറങ്ങണ്ടേ. താഴെ ഇറങ്ങിയാലല്ലേ ആ ഒരു ശരിക്കുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഫീല് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ താഴെയൊക്കെ ഇറങ്ങാമെന്നും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പയ്യെ കയറി കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ ഇറങ്ങി തുടങ്ങിയത്. എന്തായാലും ഇറങ്ങുമ്പോൾ നല്ല ഹെവി ക്ലൈമ്പിങ് ആണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഇറങ്ങി. അച്ഛൻ ഇറങ്ങിയില്ല. അച്ഛന് ചെറുതായിട്ട് നടുവിന് കുറച്ചൊരു പ്രശ്നമുള്ളത് കാരണം ഇനി കയറുമ്പോൾ ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും ചേട്ടനും താനൂസും കൂടിയാണ് ഇറങ്ങിയത്. താനൂസ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും 2 സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും അവന് മതിയായി. ഓരോരുത്തർ വരുന്നത് കണ്ടോ. നമ്മളിവിടെ നല്ല ഫുൾ എനർജിയിലാണ് ഇറങ്ങുന്നത്. അതേപോലെ തന്നെ തിരിച്ച് കയറാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മൾക്ക് അതിരപ്പള്ളി കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട്, വെള്ളച്ചാട്ടം നമ്മൾ തൊട്ടടുത്ത് നിന്ന് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ കുറച്ച് ദൂരം താനൂസ് നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് നടന്നേ. ഇറങ്ങുമ്പോൾ താനൂസിനെ എടുത്തുകൊണ്ട് നടക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തോളാം, ചേട്ടൻ കയറുമ്പോൾ എടുത്തോ അങ്ങനെയൊക്കെ പറഞ്ഞ് കൺവിൻസൊക്കെ ചെയ്ത് നമ്മൾ അങ്ങനെ പയ്യെ ഇറങ്ങി. പിന്നെ ഓരോ കഥകളും താനൂസിൻ്റെ കുറേ തള്ളലും അതൊക്കെ കേട്ട് പിന്നെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പയ്യെ ഇങ്ങനെ നടന്നപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമ്മളെപ്പോലെ ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തിട്ടും കുറേ കുട്ടികൾ ഓടിച്ചാടിയൊക്കെ കയറി നടക്കണമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു അതിശയം തോന്നി. എല്ലാവരും ഇത്രയും ഒരു ആകാംക്ഷയോടെ, നമ്മളെ പോലെ തന്നെ ഭയങ്കര ആകാംക്ഷയോടെയല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടി വരുന്നത്.
കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പോലെ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ പ്രകൃതി അണിയിച്ചൊരുക്കിയ പോലത്തെ ഒരു മനോഹാരിതയാണല്ലോ നമ്മളെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ പരിചയമില്ല, കുറേ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയാലും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തി, പയ്യെ പയ്യെ അങ്ങനെ ഇറങ്ങി എത്തിയിട്ടുണ്ട്. നല്ല നല്ല ഈറനടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദൂരത്ത് നിന്ന് പറഞ്ഞാൽ ശരിക്കും ഈറനടിച്ചിട്ട് വെള്ളം മേത്തേക്ക് വീണു. ശരിക്കും മഴ പെയ്യുന്ന ഒരു എഫക്റ്റ് തന്നെയായിരുന്നു അവിടെ ചെന്നിട്ട്. നമ്മൾ ഇറങ്ങുന്ന ഭാഗത്തൊക്കെ ഈ മരങ്ങളിൽ ഈ ഈറം വന്ന് വീണ് തുള്ളിയായിട്ട് ഇങ്ങനെ നമ്മുടെ മേത്തേക്ക് വീഴുമ്പോൾ ശരിക്കും മഴ പെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫീലാണ് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് പയ്യെ താഴേക്ക് ഇറങ്ങി. എല്ലാവരും ഇവിടെ നിന്നേ കോട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങി പോവുകയാണ്, കാരണം അവിടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ എന്തായാലും കുളിക്കും. അങ്ങനെ ഞങ്ങളും അവിടെ പയ്യെ അങ്ങനെ ഇറങ്ങി. ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങണം കേട്ടോ എല്ലാവരും പോകുമ്പോൾ, കാരണം ഭയങ്കര വഴുക്കലാണ്, ഒട്ടും സേഫ്റ്റി ഇല്ല, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ അടുത്തെത്തി. എന്ത് രസമായിരുന്നു എന്നറിയും നമ്മൾ അത് കാണാനായിട്ട്. നമ്മൾ പിന്നെ കുടയൊക്കെ വിരിച്ച് ഫുൾ റെഡിയാക്കിയിട്ടാണ് നിന്നത് കേട്ടോ. നമ്മളെ വേത്തിക്കൊക്കെ നിറച്ചു മോത്തിക്ക് വെള്ളം വീഴണ്ട താന്. ആഹാ, അവിടെ നിൽക്കുമ്പോൾ തന്നെയുള്ള ഒരു രസം, എന്ത് രസമായിരുന്നു. നമ്മൾ പിന്നെ കുറേ അടുത്തേക്ക് പോയില്ല കേട്ടോ, കാരണം ഒട്ടും ഭയങ്കരമായിട്ട് വെള്ളം അടിക്കുമല്ലോ. അങ്ങനെ പിന്നെ തിരിച്ച് കയറി പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ലതായിട്ട് ഭയങ്കരമായിട്ട് തളർന്ന് വിയർത്ത്. ഞാൻ വേർത്തണ്ട, താനസ് വേർത്തിട്ടില്ല അല്ലേ? താനൂസിനെ എല്ലാവരും എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നില്ലേ? അച്ഛനമ്മയെ മാറി എടുത്തുകൊണ്ട് വന്ന് നടന്നു. അതുകൊണ്ട് താനസ് വേർത്തില്ല, അമ്മ വേർത്തിടണ്ട. അയ്യോ വയ്യാണ്ടായി അല്ല താനു. നമ്മൾ അച്ഛൻ അവിടെ നിർത്തിയിട്ട് പോണെന്ന് പറഞ്ഞു. അവിടെ നിക്കടാ, കൂലിനെ കണ്ടെന്ന് ചാച്ചൻ. അങ്ങനെ അച്ഛമ്മനൊക്കെ കണ്ട് അച്ഛമ്മ വേഗം കയറി പോന്ന്. നമ്മൾ താനൂസിനെ മാറി എടുക്കുന്ന കാരണം പിന്നെ കുറച്ച് പയ്യാണ് കയറിയത്. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴേക്കും അച്ഛൻ്റെ അടുത്ത് നേരെ വേഗം അമ്മ സീറ്റൊക്കെ പിടിച്ച് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് കുറേ തള്ളൊക്കെ പറഞ്ഞ് അച്ഛനും തിരിച്ച് കുറച്ച് തള്ളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം അവിടെ ഒന്ന് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് കണ്ടില്ല, എല്ലാവരും വേർത്ത് കുളിച്ച് ശരിക്കും അതുപോലെയായിരുന്നു. വെയിലില്ലെങ്കിലും ശരിക്കും വേർത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് പിന്നെ ചേട്ടൻ മറ്റേ ഈറിനടിച്ചിട്ടൊക്കെയാണ് കുറേയൊക്കെ നനഞ്ഞിട്ടും ഉണ്ടായിരുന്നു കേട്ടാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെയും തിരിച്ച് അവിടെ നിന്ന് കയറണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയും ടയേർഡായി, ഇറങ്ങുന്ന സുഖമില്ല കയറുമ്പോൾ. അങ്ങനെ പയ്യൊക്കെ കയറി നമ്മളങ്ങനെ തിരിച്ച് പോവുകയാണ്. പയ്യെ അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് അതിനിടയിൽ നമ്മൾ സിൽവർ സ്റ്റോമിൻ്റെ അടുത്ത് ഒരു ചായക്കടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ നല്ല കിടിലൻ പരിപ്പോട കിട്ടും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അവിടുത്തെ പരിപ്പോട ട്രൈ ചെയ്യണം. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ വന്നപ്പോൾ എപ്പോഴും ഈ ഭാഗത്തേക്ക് വരാം, ഇവിടെ ഇങ്ങനെ താഴെ ഇറങ്ങും. അന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പരിപ്പോടയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകും. അങ്ങനെയാണ് ഞങ്ങൾ മിക്കപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ പരിപ്പോട കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി വന്നേക്കാണ്. പക്ഷേ അപ്പോൾ കണ്ടപ്പോൾ പരിപ്പോടൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഓൾറെഡി നമ്മൾ അതിരപ്പള്ളി പോയിട്ടല്ലേ വരുന്നത്, അപ്പോൾ തന്നെ ലേറ്റ് ആയല്ലോ, ഒരു 5 മണി ടൈമൊക്കെ ആയി. അപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ള നല്ല കൺഫ്യൂഷനായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഞങ്ങൾ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയി. കണ്ടില്ലേ, നിറയെ പനയുടെ മരങ്ങളും ഫുള്ള് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് യൂട്ടേണൊക്കെ എടുത്ത് തിരിച്ച്
പോന്നു കേട്ടോ. അതേ ഇതാണ് നമ്മുടെ സ്പോട്ട്. ഒരു ചേച്ചിയും ചേട്ടൻ നടത്തുന്ന ഒരു സാധാരണ കടയാണ് കേട്ടോ. അധികം വലിയ ആർഭാടോ അങ്ങനെയൊന്നുമില്ല. ഈ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന കടയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പോരുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് പരിപ്പുവട ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല കിടിലൻ പരിപ്പുവടയാണ്. പരിപ്പുവട മാത്രം ഉണ്ടായില്ല, ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പരിപ്പുവട മാത്രമല്ല, നമുക്ക് പരിപ്പുവടയാണ് ഇഷ്ടമായത്. അപ്പോൾ പിന്നെ നമുക്കത് കിട്ടിയില്ല, അതുകൊണ്ടൊരു സങ്കടമായി. എന്നാലും പോട്ടെ, കുഴപ്പമില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കഴിക്കാമല്ലോ. എപ്പോഴും നമുക്ക് വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണല്ലോ ഇത്. അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ ആലോചിച്ച് പറഞ്ഞ് സമാധാനിപ്പിച്ച് സ്വന്തമായിട്ട് സമാധാനമൊക്കെ പെട്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വേറൊരു ദിവസം കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, സീ യു.